നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണെന്ന് കോടതി. പ്രതി ഒരു ജനപ്രതിനിധിയാണെന്നും ഇയാൾക്കെതിരെ സമാനമായ മറ്റ് കേസുകൾ നിലവിലുണ്ടെന്നും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. രാഹുലിന്റെ എല്ലാ വാദങ്ങളും തള്ളിയാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. എം.എൽ.എക്കെതിരായ പരാതി ഗുരുതരമെന്നടക്കം ചൂണ്ടിക്കാട്ടിയുള്ളതാണ് കോടതി വിധി. ജാമ്യം തള്ളിയ കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. യുവതിയെ സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ 2024 ഏപ്രിൽ 4 ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവല്ലയിലെ ഹോട്ടലിൽ ഒരു മുറി ബുക്ക് ചെയ്യാൻ യുവതിയെ പ്രേരിപ്പിച്ചു. മുറി ബുക്ക് ചെയ്ത് 15 മിനിറ്റിന് ശേഷം രാഹുൽ മുറിയിൽ പ്രവേശിക്കുകയും യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. എതിർത്തപ്പോൾ രാഹുൽ യുവതിയെ മർദ്ദിച്ചു, ഓറൽ സെക്സിന് നിർബന്ധിച്ചു. അതിനുശേഷം ഇര ഗർഭിണിയായപ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് യുവതിയെ ഭീഷണിപ്പെടുത്തി. യുവതി താനുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധത്തിലായിരുന്നുവെന്നും യുവതി അവിവാഹിതയാണെന്നുള്ള ധാരണയിലായിരുന്നു ഇതെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ താമസമുണ്ടായിട്ടുണ്ടെന്നും രാഹുൽ വാദിച്ചു. IPC സെക്ഷൻ 376 പ്രകാരം ഒരു കുറ്റം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം അത് പ്രതി കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ തക്ക കാരണമാകുന്നില്ലെന്നും, പ്രത്യേകിച്ച് ആരോപണങ്ങൾ അവിശ്വസനീയവും തെളിവുകൾക്ക് വിരുദ്ധവും മെഡിക്കൽ അല്ലെങ്കിൽ ഫോറൻസിക് തെളിവുകളുടെ പിന്തുണയില്ലാത്തതാകുമ്പോൾ അത് പ്രസക്തമാണെന്നും അധിക കാരണങ്ങളായി രാഹുൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ യുവതിയുടെ മൊഴിയിൽ ഒപ്പിട്ടില്ലെന്നും ഇരയുടെ വൈദ്യപരിശോധന നടത്തിയില്ല എന്നും രാഹുൽ വാദിച്ചു. തിരുവല്ലയിലെ ഹോട്ടലിൽ ഇത് തന്നെ കാണാൻ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്തു എന്നതാണ് കാണിക്കുന്നതെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് നടന്നതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ ശക്തമായി വാദിച്ചു. എന്നാൽ ഹർജിക്കാരൻ ഒരു നിലവിലുള്ള MLA ആണെന്നും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ഉള്ള എല്ലാ സാധ്യതകളുമുണ്ടെന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്തു പറഞ്ഞു. കേസിൽ ഇരയ്ക്കെതിരെ നിലവിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്നും ഹർജിക്കാരനെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ ഇരയുടെ ജീവൻ അപകടത്തിലാകുമെന്നും ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരന്റെ സമാനമായ മുൻകാല ചരിത്രവും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് പ്രകാരം കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഹർജിക്കാരൻ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഉള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ കേസിലെ ഇരയ്ക്കെതിരെയും രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടും മറ്റ് കേസുകളിലെ ഇരയ്ക്കെതിരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഹർജിക്കാരനെ ജാമ്യത്തിൽ വിടുന്നത് കേസിന്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നും ബോധിപ്പിച്ചു. ഒരു റെസ്റ്റോറന്റിലെ കൂടിക്കാഴ്ച മതിയെന്ന് യുവതി പറഞ്ഞിട്ടും താനൊരു അറിയപ്പെടുന്ന വ്യക്തിയാണെന്നും ആളുകൾ തന്നെ തിരിച്ചറിയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് രാഹുൽ യുവതിയെ കൊണ്ട് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യിപ്പിച്ചത്. രാഹുൽ എത്തിക്കഴിഞ്ഞാൽ സംസാരിക്കാനായി പുറത്തു പോകാമെന്ന ധാരണയിലായിരുന്നു മുറിയെടുത്തതെന്നുമാണ് യുവതിയുടെ വാദം. മൊഴി സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്നും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് യുവതി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടും രാഹുൽ നിർബന്ധിച്ച് ഹോട്ടൽ മുറി ബുക്ക് ചെയ്യിപ്പിച്ചതായി വ്യക്തമായെന്നും കോടതി വ്യക്തമാക്കി. ഹർജിക്കാരനെതിരെയുള്ള ആരോപണങ്ങൾ ഗൗരവകരവും കഠിനവുമാണെന്നും കോടതി നിരീക്ഷിച്ചു. ലഭ്യമായ രേഖകളിൽ നിന്നും ബലാത്സംഗം എന്ന കുറ്റകൃത്യത്തിന് ആവശ്യമായ ഘടകങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നുണ്ടെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. BNS സെക്ഷൻ 173 പ്രകാരം 3 ദിവസത്തിനുള്ളിൽ ഇര FIS-ൽ ഒപ്പിട്ടിട്ടില്ലെന്ന വാദവും ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ മൊഴി ഒപ്പിട്ടിട്ടില്ലെങ്കിലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് BNS-ൽ ഒരിടത്തും പറയുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. സമാനമായ മറ്റു കേസുകളിൽ രാഹുൽ പ്രതിയാണെന്ന വസ്തുതയും കോടതി ഗൗരവമായി എടുത്തു. നേരത്തെയും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അറസ്റ്റിലായതു മുതൽ രാഹുൽ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നതും കോടതി വിധിയിൽ പരാമർശിക്കുന്നുണ്ട്. യുവതിയുടെ പരാതിയിൽ ജനുവരി 11 രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ പരാതി ഔദ്യോഗിക ഗൗരവതരമാണെന്നും കോടതി വിലയിരുത്തി. അന്വേഷണ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന രാഹുലിന്റെ വാദങ്ങൾ കോടതി അക്കമിട്ട് നിർത്തിയാണ് തള്ളിയത്.